വീഡിയോയിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലന്തപ്പഴം എന്നൊക്കെ പറയും. ഇത് അധികം വരണ്ട പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. വളരെയധികം ഔഷധ ഗുണമുള്ളൊരു മരമാണിത്. നമ്മളവിടെ അത് പിടിക്കും. ഇത് അധികം ഡ്രൈ ഏരിയയിലാണ് കാണുന്നത്. ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഒരു ഔഷധത്തിനെ കുറിച്ച് പഠനയാത്ര നടത്തിയിരുന്നു. അപ്പോൾ നന്ദ്യാൽ അറ്റ്മംപൂർ വെലുഗോഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടുന്ന് അങ്ങോട്ട് ഷീശയിലും വരെയുള്ളൊരു യാത്രയായിരുന്നു ബൈക്കിൽ. അതിലെനിക്ക് ആ ഭാഗത്തു നിന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാൻ പറ്റി. ഇത് ചെറിയ അതാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് എന്നാണ്. വലുതും കാണുന്നുണ്ട്, ചെറുതും ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ആ ഭാഗങ്ങളിലുണ്ട്. ശ്രീശൈലം കാട്ടിലേക്ക് എത്തുന്ന ഭാഗത്ത്, ആ കാടിൻ്റെ ഭാഗത്തൊക്കെ ഈ മരം കാണുന്നുണ്ട്. പക്ഷെ നല്ല ഡ്രൈ ആയ ഏരിയയിലാണ് ഇത് അധികം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളിലേക്കും നോക്കാം. ഇത് ഒരു മുള്ളുള്ള ചെടിയാണ്. നല്ല മുള്ളുണ്ടാവും, തുരുതുരുന്ന മുള്ളുണ്ടാവും ഇതുമേ. ഈ പഴം ഇത് പനിക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. അതേപോലെ കഫക്കെട്ടിന് പഴം നല്ലതാണ്. ഞാൻ എൻ്റെ മകന് കൊടുത്തിട്ട് തന്നെ എനിക്ക് അത് വളരെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. പിന്നെ വ്രണം ശുദ്ധീകരിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അത് പല്ലുവേദനയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ കുരു ചുട്ട് പൊട്ടിച്ചിട്ട് പല്ലിൽ വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇതിൻ്റെ കുരു. പിന്നെ ഈ പ്രമേഹ രോഗികൾക്ക് ഇതിലെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ഈ ലന്തക്കുരു നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ ബീഡി വലിക്കാർക്ക് ആ ഒരു കറ ശുദ്ധീകരിക്കാനൊക്കെ ഈ ലന്തപ്പഴം നല്ലതാണ്. കഫം ചുമച്ച് തുപ്പിക്കളയുവാൻ ഇത് സഹായിക്കും. ഒരു വഴുപ്പുള്ളൊരു തരം പഴമായിട്ടാണ്. അഷ്ടാംഗ ഹൃദയത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട്. കൂടുതൽ ഈ മരം കാണാനായത് ഞാൻ പറഞ്ഞ മാതിരി വെലുഗോഡ്, അതുപോലെ അറ്റ്മംപൂർ ഭാഗങ്ങളിലാണ് എനിക്ക് ഇത് കൂടുതൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ ഷെരീഫ് ഭാരതീയ ഔഷധ പരിപാലനം.